ഹലോ. അപ്പൊ ഞങ്ങളിന്ന് ചെടികൾ കുറച്ച് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ചെടികളെ ഒന്ന് പരിപാലിക്കാന്ന് വിചാരിച്ചു. ചെടികൾക്ക് വേണ്ടിയാവട്ടെ ഇന്നത്തെ ദിവസം കുറച്ച് ചട്ടി, മണ്ണ് ഇതെല്ലാം വാങ്ങിയിട്ട് ഈ കാണുന്നവരൊക്കെ കുറെ ദിവസമായി ഇങ്ങനെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കണം. അപ്പോൾ അമ്മമ്മയും കുട്ടിയും കൂട്ടി ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവുകയാണ്. വീടിന് തൊട്ടടുത്ത് തന്നെ ഡേ ടു ഡേ എന്ന് പറയുന്നൊരു വലിയ ഷോപ്പുണ്ട് കേട്ടോ. അതൊരു 3-4 നിലയുള്ള വലിയ കടയാണ്. ഒത്തിരി നേരം അതിൻ്റെ അകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തു. നമുക്ക് തോന്നുകയില്ല, മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നത് അറിയേയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു വലിയ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങണം കേട്ടോ. പിന്നെ മടിയന്മാർക്ക് വേണ്ടി ഓവർ ബ്രിഡ്ജ് കയറാൻ, സ്റ്റെപ്പ് കയറാൻ മടിയുള്ളവർക്ക് ലിഫ്റ്റും ഉണ്ട്. അപ്പം ഞങ്ങൾ ലിഫ്റ്റാണ് എടുത്തത്. ചെറിയ കുട്ടിയുള്ള കാരണം ഞങ്ങൾ അങ്ങനെ വേഗം എനർജി സേവ് ചെയ്തുകൊണ്ട് ലിഫ്റ്റ് കയറി ഇറങ്ങി കടയിലെത്തി. പിന്നെ ഇതാ അവളെ ഈ ഉന്തുവണ്ടിയിൽ വെച്ച് അമ്മമ്മ നേരെ നടക്കുന്നത് ചെടികളുടെ ഭാഗത്തേക്കാണ് കേട്ടോ. ചെടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മമ്മ ആ സൈഡിലേക്ക് അങ്ങോട്ട് നേരെ പോവുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ അവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. നവമിയാണെങ്കിൽ ഒരു സ്വർഗ്ഗലോകത്തെത്തിയ പോലെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട് എല്ലാവരെയും ചുറ്റും. ഇത് ചെടികളുടെ ഒരു മാസ്മരിക ലോകമാണ് കേട്ടോ. പലതരത്തിലുള്ള ചെടികൾ. ഇതൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ചൂട് മാറി തണുപ്പിലേക്ക് വരികയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് UAE-യിലെ. പിന്നെ നമുക്ക് പലതരത്തിലുള്ള കളേർഡായിട്ടുള്ള ഫ്ലവേഴ്സും കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുള്ള ചെടികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളത്. ഇത് ഇവിടെ നിന്ന് 20 റംസൊക്കെ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നെഞ്ഞ് പൊട്ടും. അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ ചെടികളായിട്ട് എടുത്തില്ല. പക്ഷെ കുറച്ച് വിത്തിനങ്ങളും ചട്ടികളും വാങ്ങിക്കാമെന്ന് ഓർക്കുകയാണ്. അപ്പോഴേക്കും വിശപ്പ് വന്നപ്പോൾ ഒരാൾ തളർന്ന് കിടന്ന് ട്രോളിയുടെ അകത്ത് തന്നെ കിടന്ന് പാലുടിക്കുകയാണ്. ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക്. അങ്ങനെ നോക്കുമ്പോഴാണ് ദീപാവലിയുടെ സ്റ്റോളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ സ്റ്റോളിനകത്തുണ്ട്. ലൈറ്റ്സ് ആണെങ്കിലും, ഫ്ലവർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും, പലതരത്തിലുള്ള ദിയാസ് ആണെങ്കിലും, ഫ്രാഗ്രൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്റ്റാൾ നോക്കുമ്പോൾ ഹാലോവിൻ ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്റ്റോളാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫേസ് മാസ്കുകളും അതുപോലെ തന്നെ ലാമ്പുകളും പേടിപ്പെടുത്തുന്ന പല പല രൂപങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുക. കുട്ടി എടുത്തില്ല കേട്ടോ അകത്തേക്ക്, അവൾ പേടിച്ചാലോ. പിന്നെ അവൾക്ക് 2-3 ട്രൗസേഴ്സ് വാങ്ങിക്കണമെന്നുണ്ട്. കുറച്ച് ഇറക്കമുള്ള പാൻറ്റീസ് മോഡലുള്ള ട്രൗസേഴ്സ്. പിന്നെ ഇപ്പോൾ ആൾ നടക്കാൻ തുടങ്ങി, തനിയെ നടക്കാൻ തുടങ്ങിയൊരു സമയം. അപ്പോൾ കുറച്ച് ചെരുപ്പുകൾ മേടിക്കാമെന്ന് ഓർത്തു. അവിടുത്തെ ചേട്ടന്മാരെയൊക്കെ കണ്ട് ചിരിച്ച് പുള്ളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഒരു ഷൂസ്. പിന്നെ ഒരു ക്രോക്സ് ചെരുപ്പ് മേടിച്ചു. ഇത് രണ്ടാണ് ഞാൻ എടുത്തത്. മാത്രമല്ല എവിടെ പോയാലും സാധനങ്ങൾ വലിച്ചിടണം. അപ്പോൾ അതൊക്കെ ഉണ്ട് അമ്മമ്മ ചിരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ് തെറ്റിഞ്ഞ് എനിക്ക് പേടിയായിരുന്നു എൻ്റെ ബാഗിൻ്റെ അകത്ത് എന്തെങ്കിലും വലിച്ചു വരി ഇടുമോ എന്നുള്ളത്. അവിടെ പിടിച്ചിടും നമ്മളെ. അപ്പോൾ പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ് അതിൻ്റെ അറ്റത്തിരുന്നിട്ടൊരു ട്രോളിയുടെ. അങ്ങനെ പിന്നെ ഞങ്ങളുടെയൊക്കെ പനിയൊക്കെ ഒന്ന് മാറി വന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം പുറത്തിറങ്ങുക. പിന്നെ അതാ ചെടി നടാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് എടുത്തിട്ടുണ്ട്. ബില്ല് വേഗം അടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു 7-7:30 കയറിയതായിട്ടോ അകത്തേക്ക്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് ഒരു 9:30-10 മണിയായി. വേഗം ബില്ലടിച്ച് വാങ്ങി ഞങ്ങൾ സ്ഥലം വിട ഓർത്തിട്ടിരിക്കുക. പിന്നെ അച്ഛൻ ഒരു 10-10:30 ആകുമ്പോഴേക്കാണ് വരുള്ളൂ. അപ്പം അതിനകം പോയിട്ട് രാത്രിയത്തെ ഫുഡും കൂടി ആക്കണം. അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിടാണ്. ഇവിടെ പിന്നെ എന്തിനും ഹെൽപ്പിന് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് രാത്രിയാണെങ്കിലും UAE-ൽ നമുക്ക് സ്ത്രീകൾക്ക് പച്ചപ്പാതിരാക്കി വരെ ഇറങ്ങി സമാധാനമായി നടക്കാം. അപ്പോൾ ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് ലേറ്റ് ആയപ്പോഴും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് സാധനങ്ങളുള്ളത് കാരണം, ലഗേജസ് ഉള്ളത് കാരണം ടാക്സി എടുക്കേണ്ടി വന്നു. ഞങ്ങൾ ടാക്സി യാത്രയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു, അച്ഛൻ ഇനിയിപ്പോൾ വന്ന് കാണുമോ, ഫുഡ് ആയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ. അപ്പം നവമിക്ക് കാറിൽ കയറുക, യാത്ര ചെയ്യാതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചുറ്റി വളഞ്ഞ് മൊത്തം അജ്മാൻ കണ്ട് തിരിച്ചു പോവുകയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ബിൽഡിങ്. ഏകദേശം എത്തി. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിന് കുറച്ച് ട്രൗസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 3 പാക്ക് അടങ്ങുന്നൊരു കോംബോ ഞാൻ എടുത്തു. പിന്നെ കുഞ്ഞിന് കളിക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കളർഫുൾ സാധനങ്ങൾ ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. പിന്നെ അമ്മമ്മയ്ക്ക് തലയിലിടാനൊരു ക്ലിപ്പ്, അതുപോലെ തന്നെ അമ്മമ്മയ്ക്കൊരു മാലയും മേടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ മാല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ബർത്ത്ഡേക്ക് ഒരു ലാവൻഡർ ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഷൂസും ഒരു ക്രോക്സും മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഫുഡ് കൊടുക്കാനായിട്ട് തനിയൊക്കെ ഇനി ഭക്ഷണം കഴിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കിതിൽ ടേബിളിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് സ്റ്റിക്കായിരുന്നോളും ബാക്കിൽ ഇങ്ങനെ
സക്ഷൻ കുറേ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, ഡിസ്കുകളുണ്ട്. അതിങ്ങനെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അടയ്ക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് വിത്തുകളെടുത്തു, വഴുതന, ചെറിയ ടൊമാറ്റോസ്, അതുപോലെ തന്നെ വെണ്ട. എന്താവും എന്തോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നട്ടതിന് ശേഷം. പിന്നെ പോട്ടിംഗ് സോയിൽ എടുത്തിട്ടുണ്ട്. 50 ലിറ്റേഴ്സിൻ്റെ വലിയ പാക്കറ്റ് ഞാൻ എടുത്തത്. 16 dirhams ആണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസൊക്കെ ഇതിൻ്റെ പുറകെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അടുത്ത വീഡിയോസിൽ. നമ്മുടെ ചകിരിച്ചോറില്ലേ, അത് തന്നെ സംഭവം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അടുത്ത് കോഫി കുടിക്കാനുള്ള കപ്പുകൾ വളരെ കുറച്ചേ ഉള്ളൂ, ഉള്ളതൊക്കെ പൊട്ടിപ്പോയി. അപ്പം ഞാൻ 2-3 കപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കപ്സിനൊക്കെ 5 dirhams ആണുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷം. ഗാർഡനിങ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.